ുള്ള ആ ദിവസങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തേണ്ട സമയങ്ങൾ ഏതാണ് എന്നുകൂടി നമുക്ക് നോക്കണം. ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസം മുതൽ തന്നെ പരിശോധനകൾ, ഭക്ഷണം, മരുന്ന് ഇതൊക്കെ അമ്മയുടെയും കുഞ്ഞിന്റെയും നിലവിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ചിലർക്ക് പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്കാനിങ്ങിനുള്ള ഇടവേളയിലും ഒക്കെ വ്യത്യാസം വരും. നമുക്ക് ഗർഭകാലത്തെ പ്രധാന സ്കാനുകൾ ഏതെല്ലാമാണ് എന്നുകൂടി പരിശോധിക്കാം. നിലവിൽ നമ്മുടെ സംവിധാനത്തിലുള്ള അപാകതകൾ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഗർഭകാലത്തെ സ്കാനിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ 8ാമത്തെ ആഴ്ചയിലാണ് ആദ്യത്തെ സ്കാനിംഗ് ചെയ്യുന്നത്. 8ാമത്തെ ആഴ്ചയിൽ, അതായത് 2ാമത്തെ മാസം. ഇതിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് 8ാമത്തെ ആഴ്ചയിലെ സ്കാനിലാണ്. 2ാമത്തേത് NT സ്കാനാണ്. 3ാമത്തേത് അനോമലി സ്കാൻ. 4ാമത്തേത് 7ാം മാസം മുതൽ 4 ആഴ്ച കൂടുമ്പോഴുള്ള സ്കാനിങ്. ഇത്രയും സ്കാനിങ്ങുകളാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ സ്കാൻ മുതലുള്ള ഓരോന്ന് നമുക്കെടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്കാനിലാണ് ഈ ഗർഭകാലം കണക്ക് കൂട്ടുന്നത്. എന്നായിരിക്കും ഡെലിവറി എന്നതടക്കം ഹൃദയമിടിപ്പ് നിരീക്ഷിക്കുന്നു. ഏകദേശ പ്രസവ തീയതി നിർണ്ണയിക്കുന്നതും ഇതനുസരിച്ചായിരിക്കും. അതൊക്കെ കുഞ്ഞിന്റെ അമ്മയോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 2ാമത്തേതാണ് NT സ്കാൻ. NT സ്കാൻ എന്ന് പറഞ്ഞാൽ 11 മുതൽ 13 വരെയുള്ള ആഴ്ചകളിലാണ് NT സ്കാൻ ചെയ്യുക. കുഞ്ഞിന് വൈകല്യമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള സ്കാനാണ് NT സ്കാൻ. അതുപോലെ തന്നെ പ്രധാനമായും അൾട്രാസൗണ്ട് സ്കാനിന് പോകുമ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2D സ്കാൻ ആണോ ചെയ്യുന്നത് അതോ 4D സ്കാൻ ആണോ എന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ് നിർണ്ണയിക്കുന്നത്. കഴുത്തിനടിയിലുള്ള ദ്രവത്തിന്റെ അളവ്, അതാണ് ഈ സ്കാനിൽ കണക്കാക്കുന്നത്. ഹൃദയ സംബന്ധമായി എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കൃത്യമായി NT സ്കാനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് അനോമലി സ്കാനാണ്. ആ അനോമലി സ്കാനിലാണ് വൈകല്യം കണ്ടെത്തിയില്ല എന്നിപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫെറ്റസ് അനോമലീസ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. 18ാമത്തെ ആഴ്ചയിൽ എത്തുമ്പോഴാണ് ഈ അനോമലി സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം വിലയിരുത്തും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ വികാസം പ്രാപിച്ചിട്ടുണ്ടോ, ശാരീരികമായി പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്നുണ്ടോ കുഞ്ഞ്, സ്ഥാനം എങ്ങനെയാണ്, വൈകല്യങ്ങളുണ്ടോ, ഇതൊക്കെ സൂക്ഷ്മമായി കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡൗൺ സിൻഡ്രോം കുഞ്ഞിനുണ്ടോ, അതൊക്കെ കണ്ടെത്തുന്നത് ഈ സ്കാനിലാണ്. അപ്പോൾ ഈ സ്കാനിലാണ് അപാകത ഉണ്ടായത് എന്നതാണ് ആലപ്പുഴ സംഭവത്തിൽ അവരിപ്പോൾ ആരോപിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് 24ാമത്തെ ആഴ്ചയിലാണ്. അതിൽ കുഞ്ഞിന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, വീണ്ടും ചെയ്യുമ്പോൾ പ്രമേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അമിത BP-യുടെയോ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്കാണ്, പ്രധാനമായും ഗർഭിണികൾക്കാണ് ഈ ഒരു സ്കാൻ ചെയ്യുന്നത്. അടുത്തത് 7ാം മാസം മുതലുള്ള സ്കാനാണ്. 7ാം മാസം മുതലുള്ള സ്കാനിൽ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യാനായി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അങ്ങനെയുള്ള പരിശോധനകളാണ് നടക്കുക. കുഞ്ഞിൻ്റെ പൊസിഷൻ ഉൾപ്പെടെ, കുഞ്ഞെങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ഈ സ്കാനുകളിലാണ്. കുഞ്ഞിന് പ്രമേഹത്തെ തുടർന്നുള്ള അമിതവണ്ണം ഉണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യാനും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. എന്നാൽ ഈ സ്കാനിൽ അപാകത സംഭവിക്കുമ്പോഴാണ് കുഞ്ഞ് വൈകല്യത്തോടു കൂടി ജനിക്കുന്നത്. നിർഭാഗ്യവശാൽ ആലപ്പുഴയിലെ കുഞ്ഞ് അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. എവിടെയാണ് അപാകത പറ്റിയത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ സംവിധാനം ഒരുക്കിയാൽ ഇതിനെ നമുക്ക് മറികടക്കാനും കഴിയും. അതാണ് നമ്മൾ ഇന്ന് ലൈവത്തോണിൽ പരിശോധിച്ചത്. ഈ വിഷയം